ലേക്ക് പോകും. ശിഷ്യന്മാർ ഓരോരുത്തരായി ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ വരും. ആദ്യം തന്നെ മഹാനവരുടെ മുന്നിൽ വരുന്നത് യബ്ദഉഹു അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ദർസാണ് ആദ്യമായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നടത്തുന്ന ദർസ്. ഇന്നും നമ്മുടെ പണ്ഡിതന്മാർ അതിരാവിലെ തഫ്സീർ ദർസ് നടത്തുന്നത് കാണാം. ഖുർആനിന്റെ ദർസ് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ദർസ് നടത്തി എന്നാണ് ചരിത്രം. അത് കഴിഞ്ഞാൽ ഫൈദാ ത്വലഅത്തിശ് ശംസു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജാഅ അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ദർസിന് വേണ്ടി ഹദീസ് ഓതുന്ന കുട്ടികൾ വന്നു. അങ്ങനെ പിന്നീട് അതിനുശേഷം അതാ അറബി ഭാഷ നഹ്വും സർഫൊക്കെ പഠിക്കുന്നല്ലോ, അങ്ങനത്തെ പഠിക്കുന്ന കുട്ടികൾ വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ടവർ അങ്ങനെ ധാരാളം ദർസ് നടത്തി, ധാരാളം ചർച്ച ചെയ്തു, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇൽമു മനസ്സിലാക്കി, ഹദീസിൽ നിന്ന് ലക്ഷക്കണക്കായ ഇൽമു മനസ്സിലാക്കി, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിൽ അന്തർലീനമായി കിടക്കുന്ന ഇൽമ്, ഹദീസിൽ അന്തർലീനമായി കിടക്കുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയാറുണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? ഞാനൊരു ദിവസം അബുദാബിയിൽ തിരക്കിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു കാറിൽ കയറാൻ ഒരാൾ ഓടി വന്നു. എന്നോട് ചോദിച്ചു, 4 മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ? ഒരു തിരക്കിന്റെ ഇടയിൽ ഓരോരുത്തരുടെ മസല ചോദിക്കുന്ന ഒരു കോലം. മാലിക് ഇമാമിന്റെ അടുത്ത് ദർശിച്ചു തരാൻ വേണ്ടി പോയ രൂപ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോരുത്തർ മസല ചോദിക്കുന്ന രൂപ, ചിലര് ടെലിഫോണിലൊക്കെ വിളിച്ചിട്ടാ ചോദിക്കാം വലിയ മസലകൾ. അപ്പോ ചോദ്യമാണ്, പെട്ടെന്ന് മാറ്റി ചോദിക്കാം, 4 മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ? ഞാൻ ഇയാളോട് ചോദിച്ചു, മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഇയാൾ പറഞ്ഞ അറിഞ്ഞൂടാൻ. പിന്നെ നിങ്ങളെന്താ ചോദിച്ചെന്ന് ചോദിച്ചാൽ, മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കണേ. ആദ്യം മദ്ഹബ് എന്താണെന്ന് അറിയണ്ടേ? മദ്ഹബ് എന്താണെന്ന് അറിയാത്ത നിങ്ങളപ്പോ മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കണം എന്താണ് മദ്ഹബ്. നമ്മൾ ശാഫിഈ മദ്ഹബുകാരാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം?